അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്റെ പുതിയ കോളേജിൽ കയറിയതിനു ശേഷമുള്ള വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്. ബൈ ദ വേ, ഞാൻ മാത്രമല്ല ഇവരും ഉണ്ട് എന്റെ കൂടെ. ഇവരില്ലാതെ എന്ത് കോളേജ് ലൈഫ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരേ കോളേജിൽ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി ക്ലാസ്സിൽ കയറാൻ. ഫസ്റ്റ് പീരീഡ് തന്നെ മലയാളമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മലയാളം മിസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പീരീഡ് മാത്രമേ ഞങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് ഇറങ്ങുന്ന പോലെ ഉണ്ട്. പക്ഷെ വേറെ കോളേജിൽ പോകാൻ എന്തൊരു അഭിമാനം ഇപ്പൊ ഇറങ്ങും, എന്തൊരു സമാധാനം. അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ബാഗും എടുത്ത് ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത്. മറ്റേ കോളേജിൽ പോകാനാണ് അതിനാണ് ഇത്ര ഇത്. ഇനി മേഘ വരട്ടെ, നമ്മളെ പോകും. മിസ് പൊക്കിയ ഞങ്ങള് നേരെ സ്റ്റാഫ് റൂമിൽ കാണും. അത് പിന്നെ ഇന്നിപ്പം അവിടെ പോക്കടക്കത്തില്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ മേഘ വന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നേരത്തെ പഠിച്ച കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് സിപ്പപ്പൊക്കെ മേടിച്ച് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നേരെ കോളേജിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് കയറുവാണ്. എന്താണെന്നറിയില്ല, പണ്ട് മുതലേ എനിക്ക് ട്രെയിൻ പാളവും ഒക്കെ ഭയങ്കര പേടിയാണ്. അതിന്റെ കൂവലും ബഹളം നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പിൽ തന്നെ കാണാം. എന്താന്നറിയത്തില്ല, തിരിച്ചു പോവാൻ എന്തോ ഒരിത്. പോയപ്പോ എന്തൊരു ഉത്സാഹമായിരുന്നു. ആണ് ഉള്ളിൽ ആരോ ഇരുന്ന് പറയും പോ വീട്ടിൽ പോ. അന്ന് മിഷൻ പാസ് ഇവൻ അവിടെ തിരിച്ചെത്തി. അവിടെ കോളേജ് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോവാതെ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി. അതിന്റെ സന്തോഷമാണ് നമുക്ക്. എല്ലാരും പോയി, ലൈബ്രറി ആരും കയറിയില്ല. ഞങ്ങള് ക്യാൻറ്റീനിൽ പോയിരിക്കുന്നു. പൈസ ഇല്ലാത്തോണ്ടൊന്നും കഴിച്ചില്ല, ചുമ്മാ പോയിരുന്നു. ബൈ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാറു സ്പോർട്സ് ഉള്ളതുകൊണ്ട് നേരെ റെഡി ആവാൻ വേണ്ടിട്ട് പോവാം. പാറു റെഡി ആവുന്നതിന്റെ ഇടയിൽ തന്നെ ഞങ്ങളും എന്തിനോ വേണ്ടി റെഡി. അങ്ങനെ പാറു നേരെ ഗ്രൗണ്ടിലേക്കും ഞങ്ങൾ നേരെ വീട്ടിലേക്കും. വീണ്ടും ഞങ്ങൾ ഈ പാലത്തിലെത്തി അല്ലേ. പാറുമില്ലാതെ ഒരു സായാഹ്നം പാറത് കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്.